എല്ലാ ദിവസവും ഞാൻ സ്കൂട്ടിയിലാണ് കേട്ടോ ജിമ്മിൽ പോകണം. ഇന്നെന്താണ് സ്കൂട്ടി പോകത്തെന്ന് വെച്ചാൽ സ്കൂട്ടിക്ക് ചെറിയൊരു കംപ്ലൈൻറ്റ് കിട്ടിയിട്ട് അപ്പോൾ നമ്മൾ വിചാരിച്ച് നമ്മൾ സ്വന്തം മാരുതി എടുത്തുകൊണ്ട് പോകുന്നത്. അങ്ങനെ മാരുതി കാറായതുകൊണ്ട് തന്നെ നല്ല തണുപ്പ് കൂടെ ഉള്ളതുകൊണ്ട് അടിച്ചടിച്ചടിച്ച് അങ്ങനെ അവസാനം വണ്ടി സ്റ്റാർട്ടായിട്ടാണ്. വണ്ടി സ്റ്റാർട്ടായപ്പോൾ കിട്ടിയ സന്തോഷം ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാനേ പറ്റില്ല. അങ്ങനെ വണ്ടിക്ക് സ്റ്റാർട്ടായി ഇനി നേരെ ഇനി ജിമ്മിലോട്ടാണ് കേട്ടോ. പോണ വഴി ഫുള്ള് നല്ല കട്ടറുകളുണ്ട്. വണ്ടി കുലുങ്ങി അവസാനം ഇവിടെത്തേട്ടോ റോഡെത്തിയപ്പോഴെങ്കിൽ ഇത്തുപോലെങ്കിൽ സ്മൂത്തായ വണ്ടി ഇനി നേരെ ജിമ്മിലോട്ടുണ്ട് കേട്ടോ. ജിമ്മിലോട്ട് പോണ വഴിക്ക് ഫുള്ള് മഞ്ഞ്, ഗ്ലാസ് ഫുള്ള് മഞ്ഞ്, ഒന്നും കാണാൻ പറ്റില്ല. അങ്ങനെ അവസാനം മഞ്ഞൊക്കെ തുടച്ച് അങ്ങനെ നേരെ ഇനി ജിമ്മിലോട്ടാണ് കേട്ടോ. ജിമ്മിലോട്ട് പോണ വഴിക്ക് വണ്ടി പാർക്ക് ചെയ്യാനായിട്ട് ഇൻഡിക്കേറ്റർ തിരിഞ്ഞപ്പോഴാണ് ഈ കാര്യം തന്നെ കാണണം കേട്ടോ. ഒരു കാർ ഡിവൈഡർ അടിച്ച് പൊളിഞ്ഞ് വരി കിടക്കണം കേട്ടോ. അങ്ങനെ നേരെ അവിടെ പോയി കണ്ടെന്നൊരിടത്ത് കാര്യം ചോദിച്ചപ്പോൾ അവർ പറയണമെന്ന് വെച്ചാൽ അവർ ഉറങ്ങിപ്പോയെന്നാണ് അവരൊക്കെ പറയുന്നത്. അങ്ങനെ നേരെ വണ്ടി ഓടിച്ച് വരുമ്പോൾ ഞാൻ കാര്യം ചോദിച്ചിട്ട് അവർ പറഞ്ഞതെന്ന് വെച്ചാൽ ഞാനൊരു ഡിവൈഡർ അവർ കണ്ടില്ലെന്നാണ് അവർ പറഞ്ഞത്. അവരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല കേട്ടോ. കാരണം വെച്ചാൽ നല്ലൊരു റിഫ്ലക്ടർ പോലും അവിടെ ഇല്ല നേരെ കാണാനായിട്ട്. പിന്നെ അവർക്ക് രണ്ടുപേർക്കൊന്നും പറ്റില്ല കേട്ടോ. ഓട്ടിച്ച രണ്ടുപേർക്കൊന്നും പറ്റില്ല. പിന്നെ കാറിന് ചെറുതായിട്ടൊരു തട്ടൽ കിട്ടി, അത്രേ ഉള്ളൂ. പിന്നെ നേരെ ഇനി ജിമ്മിൽ പോകാൻ സമയമായിട്ട് ഇനി ഞാൻ പോയിട്ടാണ് ജിമ്മ് ഓർക്കാൻ. കാറൊക്കെ പാർക്ക് ചെയ്ത് ഹാൻഡ് ബ്രേക്കൊക്കെ പിടിച്ചിട്ടതിന് ശേഷം നേരെ ഇനി ജിമ്മിലോട്ടാണ് കേട്ടോ. ജിമ്മിലോട്ട് പോകാൻ നല്ല സമയം താമസിച്ചു. ഞാൻ ഓടിപ്പോയി ജിമ്മ് ഓർന്നിട്ടാ. ജിമ്മ് ഓർന്നപ്പോൾ സ്ഥിരം പറഞ്ഞ ആരും വന്നില്ല. പിന്നെ കുറേ നേരം കഴിഞ്ഞപ്പോൾ ഒരാളാണ്ടേ വന്നിട്ടുള്ളൂ. പിന്നെ കുഴപ്പമില്ല. അങ്ങനെ കുറേ നേരം അവിടെ ഇരുന്നതിന് ശേഷം ജിമ്മിൽ സ്ഥിരമായിട്ട് പറഞ്ഞ പയ്യന്മാരെല്ലാവരും കറക്റ്റ് ടൈമിലെത്തിയില്ല. പിന്നെ കുറച്ച് നേരത്തേക്ക് നല്ല തിരക്കായിരുന്നു. പിന്നെ ജിമ്മിൽ വർക്കൗട്ട് ചെയ്യാൻ വന്ന ഒരു താത്ത ഒരു ചെറിയൊരു ടീമിൽ ചെറിയ കാറ്റാണ് കേട്ടോ വന്നത്. എന്തെൻ്റെ ചെറിയെന്ന് എനിക്കറിയില്ല. സംഭവം കഴിച്ചു നോക്കിയാൽ കൊള്ളാം. പിന്നെ എല്ലാവരും അതൊന്ന് ഓരോന്നൊന്ന് കഴിച്ചു നോക്കിയിട്ട് പിന്നെ ഇതാണ് അതിൻ്റെ കുരു. പിന്നെ കൊണ്ട് പൊടിക്കണമെങ്കിൽ പൊടിക്കട്ടെ എന്ന് പറഞ്ഞ് ചെറിയ മൂട്ടി കൊണ്ടുവന്ന് ഇട്ടേട്ടോ. പിന്നെ ഞാൻ 10 മണിയായപ്പോൾ ജിമ്മിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇതാണ് രാവിലെ ആക്സിഡന്റ് നടന്ന സ്ഥലം കേട്ടോ. ഇനി നേരെ വണ്ടി എടുത്തുകൊണ്ട് ഇനി നേരെ വീട്ടിലോട്ടാണ് കേട്ടോ.